ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ഒരുപാട് അടി ഇടിയും ആ കുഞ്ഞു പെണ്ണിന്റെ അറ്റാക്കും അതെല്ലാം കിട്ടി ഓൾമോസ്റ്റ് നമ്മുടെ ലൂഫി അവന്റെ പവർ അതെല്ലാം തന്നെ തീർന്നിരിക്കുകയാണ്. പക്ഷെ എങ്കിലും ലൂഫി ആണെങ്കിൽ പതിയെ എഴുന്നേക്കും. അതേസമയം ആ കട്ടമുറ വില്ലന്റെ ലിറ്റിൽ സിസ്റ്റർ അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം അവളുടെ ബ്രദറിനെ സഹായിക്കാൻ കഴിഞ്ഞതിൽ. തീർച്ചയായിട്ടും ഈ കാര്യം അറിയുമ്പോൾ ബ്രദർ അവരെന്നെ അഭിനന്ദിക്കും, എന്നെ ചേർത്ത് പിടിക്കും, ഞാനാണ് അവന്റെ ക്വീൻ സിസ്റ്റർ എന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സുമായിട്ട് സന്തോഷ മഞ്ചരിയിൽ അങ്ങനെ നീരാടുകയാണ്. ആ സമയം നമ്മുടെ വില്ലൻ അവൻ ഒരു സെക്കൻഡ് ലൂഫിയെയും പിന്നീട് അവന്റെ സിസ്റ്ററിനെ നോക്കും. അവളുടെ സന്തോഷവും ആക്ഷനും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും അവളാണ് നൈസായിട്ട് ലൂഫിയെ അറ്റാക്ക് ചെയ്ത് അവനെ ഈ സ്ഥിതിയിലാക്കിയതെന്ന്. കട്ടമുറവാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അങ്ങനെ ടേൺ ചെയ്ത് അവളുടെ നേർക്ക് വരികയാണ്. അവൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം അവൾ ആഗ്രഹിച്ച ഒരു മൊമെന്റ് അതാണ് നടക്കാനായിട്ട് പോകുന്നത്. കട്ടമറു അവനാണെങ്കിൽ അവളുടെ അടുത്തേക്ക് നടന്നടുക്കും തോറും അവളുടെ ഹാർട്ട് ബീറ്റും സന്തോഷവും അതങ്ങനെ കൂടി കൂടി വരും. ഇവിടെ കട്ടുകുറിക്കാണെങ്കിൽ ഭയങ്കര അപമാനം, കാരണം ഇങ്ങനെയൊരു വിജയമോ ഇങ്ങനെയൊരു അറ്റാക്കോ അല്ല അവൻ ആഗ്രഹിച്ചതും എക്സ്പെക്ട് ചെയ്തതും. അവൻ ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്ത് ലൂഫിയെ തോൽപ്പിക്കണം, അതായിരുന്നു കട്ടകുറിയുടെ ആഗ്രഹം. പക്ഷെ അതിനിടയിൽ അവന്റെ പെർമിഷൻ ഇല്ലാതെയാണ് അവന്റെ ലിറ്റിൽ സിസ്റ്റർ ലൂഫിയെ ആക്രമിച്ച് ഈ അവസ്ഥയിലാക്കിയത്. സോ ഇങ്ങനെയൊരു വിജയം അത് കട്ടമറുവെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപമാനമാണ്. സോ അതൊക്കെ ഓർത്ത് അവൻ ടെററായി കലിപ്പില് അവളുടെ അടുത്തേക്ക് നടന്നടുക്കുകയാണ്. പക്ഷെ അതൊന്നും മനസ്സിലാവാതെ അവളും അവളുടെ ഫ്രണ്ട്സും അവരെല്ലാവരും അവനെ നോക്കി കൈയടിച്ച് അവന്റെ പേരൊക്കെ വിളിച്ച് ചീർ ചെയ്ത് അവനെ അരികിലേക്ക് വിളിക്കുകയാണ്. ആ കട്ടമുറവാണെങ്കിൽ അവന്റെ ലിറ്റിൽ സിസ്റ്ററിന്റെ അടുത്തേക്ക് വരും. നീയാണോ ഒളിയമ്പ് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്തതെന്ന് അവൻ സ്ട്രെയിറ്റ് ആയിട്ട് അവളോട് ചോദിക്കും. അതിനവളാണെങ്കിൽ ഫുൾ ഹാപ്പി ആയിട്ട് പറയും, അതെ ഞാൻ തന്നെയാണ് ചെയ്തത്. അടുത്ത നിമിഷം കട്ടമറു അവന്റെ ഫേസ് എക്സ്പ്രഷനൊക്കെ മാറി അവൻ ഫുൾ കലിപ്പില് ദേഷ്യപ്പെട്ട് പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടാണുങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ കയറി നീ അവനെ അറ്റാക്ക് ചെയ്യും. നീ എനിക്ക് ഉണ്ടാക്കിയത് അത് വലിയൊരു അപമാനമാണെന്ന് പറഞ്ഞ് അവന്റെ ട്രേഡൻ വെപ്പൻ അതുപയോഗിച്ച് ലൂഫിക്ക് എവിടെ പരിക്ക് പറ്റിയോ അതേ സ്ഥാനത്ത് അവനും കുത്തി പരിക്കേൽപ്പിക്കും. അവന്റെ ബോഡിയിൽ നിന്ന് ബ്ലഡ് തെറിച്ച് അത് അവളുടെ മുഖത്തേക്ക് വീഴുകയാണ്. അതിനവൾ ഷോക്കായി അവനെ തന്നെ നോക്കും. അവനാണെങ്കിൽ അവന്റെ ഫേസ് മാസ്ക് അതങ്ങനെ റിമൂവ് ചെയ്ത് അവളെ നോക്കി ടെററായിട്ട് അലറുകയാണ്. അവന്റെ റിയൽ ഫേസ് കണ്ട് അവള് പേടിച്ച് നിലവിളിക്കും. അവള് ചെറിയ പെൺകുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അവൾക്കത് വലിയ ഷോക്കായി മാറും. അടുത്ത നിമിഷം അവളുടെ ഉള്ളിലെ വില്ലത്തി അത് പുറത്തേക്ക് വരും. യു ആർ അൺബിലീവബിൾ. ഞാൻ നിന്നെ കണ്ടിരുന്നത് ഒരു സൂപ്പർ ഹീറോയുടെ സ്ഥാനത്താണ്. എനിക്ക് നിന്നോടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടവും ബഹുമാനവും. അങ്ങനെയുള്ള നീ നിന്റെ ബ്ലഡ് എന്നെ മുഖത്തേക്ക് തെറിപ്പിച്ചു അല്ലേ? ഈ നിമിഷം മുതൽ ഞാൻ നിന്നെ വെറുക്കുന്നു. നീ എന്റെ ബ്രദർ കട്ടകുറിയല്ല, നീ വെറും ഒരു മോൺസ്റ്റർ മാത്രമാണ്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്നത് അത് നിന്നെയാണെന്ന് പറയും. അത് കേട്ട് അവളുടെ ഫ്രണ്ട്സ് അവർ ചിരിക്കാൻ തുടങ്ങും. അവളാണെങ്കിൽ അവളുടെ വായിലുണ്ടായിരുന്ന ബൂമർ അത് അവന്റെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പും. അവൻ ഒരു സെക്കൻഡ് ഷോക്കായിട്ട് ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ ആ കട്ടകുറി വില്ലന്റെ ചെറുപ്പകാലം കാണിക്കും. എല്ലാവരും അവന്റെ റിയൽ ഫേസ് കണ്ട് മോൺസ്റ്റർ എന്നൊക്കെ വിളിച്ച് ഓടുകയാണ്. അവൻ ചെറുപ്പം മുതലേ എല്ലാവരുടെയും പരിഹാസത്തിന്റെ നടുവിലാണ് വളർന്നു വന്നത്. ഇപ്പൊ അവസാനമായിട്ട് അവന്റെ സിസ്റ്ററും അവനെ പരിഹസിച്ച് മുഖത്ത് തുപ്പി. കട്ടമറുവാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പ്രതികരിക്കാതെ ആ ഒരു ബബിൾ ഗം അത് തട്ടിക്കളഞ്ഞ് തിരിഞ്ഞ് നടന്നു പോകും. പക്ഷെ അവന്റെ ലിറ്റിൽ സിസ്റ്ററിനാണെങ്കിൽ അപ്പോഴും കലി അടങ്ങില്ല. എല്ലാവരും അവന്റെ ഫോട്ടോ എടുക്ക്, അവന്റെ റിയൽ ഫേസ് അതെല്ലാവരും കാണണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് അവന്റെ ഫോട്ടോ എടുപ്പിക്കും. കട്ടകുറിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് പോകും. ആ സമയം അവന്റെ ലിറ്റിൽ സിസ്റ്റർ അവൾ കട്ടകുറിയെ കൊല്ലാനായിട്ട് അവളുടെ ഒരു പോയിസൺ വെപ്പൻ അത് കയ്യിലെടുക്കും. അതേസമയം ലൂഫിയും കട്ടകുറിയും അവർ രണ്ടുപേരും കളർ ഓഫ് ഹോക്കി പവർ അത് റിലീസ് ചെയ്ത് പരസ്പരം വീണ്ടും വലിയൊരു ഫൈറ്റിന് തയ്യാറായി നടന്നടുക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കപ്പോംസിന്റെ കപ്പലായിരിക്കും കാണിക്കുക. കപ്പലാണെങ്കിൽ വളരെ സ്പീഡിൽ അടുത്തുള്ള ലിക്കർ ഐലാൻഡ് നോക്കി അങ്ങനെ സ്പീഡിൽ കുതിക്കുകയാണ്. അവരുടെ തൊട്ടു പിന്നാലെ സാക്ഷാൽ ബിഗ് മോമും അവളുടെ ആ സൺ പവറും ഉണ്ട്. അവറ്റകൾ രണ്ടും നല്ല സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ആ ഐലാൻഡിലേക്ക് എത്തി കേക്ക് അവിടെ നിക്ഷേപിച്ച് അവർക്ക് രക്ഷപ്പെടണം. കടലിൽ വെച്ച് അവൾക്ക് കേക്ക് കൊടുക്കുകയാണെങ്കിൽ അവൾ ഞൊടിയിടയിൽ ആ കേക്ക് തിന്ന് നോർമലായി അതിനുശേഷം അവരെ നശിപ്പിക്കും. സോ ഏതെങ്കിലും ഒരു കരയിലേക്ക് അവളെ എത്തിച്ചിട്ടില്ല എങ്കിൽ അത് വലിയ അപകടമാണെന്ന് പറഞ്ഞ് കപ്പോംസ് ആ അടുത്തുള്ള കര നോക്കി പോവും. മാത്രമല്ല അവരുടെ കപ്പലിന്റെ പെഡല് ഇതവര് ഓൾമോസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷെ കുറച്ച് വർക്ക് കൂടെ പെൻഡിങ് ആണ്, അതും അവർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യണം. സോ ഇപ്പൊ അവരുടെ ഒരേ ഒരു ലക്ഷ്യം അത് ആ ലിക്കർ ഐലാൻഡ് ആണ്.
ഉടനെ ഷിഫോൺ ആണെങ്കിൽ കപ്പോംസിനോട് പറയും, നമ്മൾ ഒരു കാരണവശാലും ഇപ്പൊ ലിക്കർ ഐലാൻഡിലേക്ക് പോവാനായിട്ട് പാടില്ല. കാരണം ലിക്കർ ഐലാൻഡ് നമ്മളിൽ നിന്ന് ഒരുപാട് അടുത്താണ്. നമ്മൾ അവിടേക്ക് പോയി ഈ കേക്ക് അവിടെ വെച്ച് ബിഗ് മോമിനെ ഡൈവേർട്ട് ചെയ്ത് ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ സ്ട്രോഹാർ ലൂഫിയാൻ ടീം അവർക്ക് രക്ഷപ്പെടാൻ കിട്ടുന്ന സമയം അത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് എത്രയും വേഗം കപ്പല് ആ പ്ലഫി ഐലാൻഡ് നോക്കി തിരിച്ചുവിടണം. അത് കേൾക്കേണ്ട താമസം കപ്പോംസ് ആണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കാവും. നീ എന്താ ഈ പറയണേ? നീ ആ ബിഗ് മോമിനെ നോക്ക്, അവളുടെ അവസ്ഥ നീ കണ്ടില്ലേ? അവൾ ആ കേക്കിന് വേണ്ടി വെറി പിടിച്ച് നടക്കുകയാണ്. ഓൾറെഡി അവളുടെ കൺട്രോൾ പോയി കഴിഞ്ഞു. അവളുടെ ശരീരം അത് ഭക്ഷണം കഴിക്കാതെ ശുഷ്കിച്ച് ഉണങ്ങി വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ അവളെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലും രക്ഷപ്പെടാൻ പറ്റില്ല. സ്ട്രോഹാർ ലൂഫിയാൻ ടീമിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് നല്ല പവറുണ്ട്. തീർച്ചയായിട്ടും അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളൂ എന്ന് പറയും. പക്ഷെ ഷിഫോൺ ആണെങ്കിൽ അവളുടെ തീരുമാനത്തിൽ നിന്ന് മാറില്ല. എനിക്കിപ്പോ പ്ലഫി ഐലാൻഡിലേക്ക് പോയേ പറ്റൂ. കേക്ക് ആ ഒരു ഐലാൻഡിൽ വെച്ച് മാത്രമേ നമ്മൾ ബിഗ് മോമിന് കൈമാറൂ. ഇതെല്ലാം ചെയ്യാൻ നമ്മളെ സഹായിച്ചത് സ്ട്രോഹാർ ലൂഫിയാൻ ടീമാണ്. അതിനപ്പുറം എൻ്റെ സിസ്റ്റർ ലോലയെ നമ്മളെ സഹായിച്ചത് നാമിയാണ്. അതിനോടുള്ള നന്ദി എനിക്ക് എത്ര പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും തീരില്ല. സോ എൻ്റെ ജീവൻ പണയപ്പെടുത്തിയും അവരെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ. അത് കേട്ട് വേറെ വഴിയില്ലാതെ ഇപ്പൊ കപ്പോംസ് അവന്റെ ആൾക്കാരോട് ആ പ്ലഫി ഐലാൻഡിലേക്ക് കപ്പൽ ടേൺ ചെയ്യാൻ പറയും. കപ്പോംസിന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ അവർ പേടിച്ച് വരച്ച് കപ്പോംസിനോട് ചോദിക്കും, മാസ്റ്റർ നിങ്ങൾ എന്തായി പറയണേ? അവിടേക്ക് ശരിക്കും കപ്പൽ ടേൺ ചെയ്യണോ? അതിനവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ അവള് പറഞ്ഞത് കേട്ടില്ലേ? ഷിഫോൺ പറഞ്ഞതുപോലെ കപ്പല് അവിടേക്ക് ടേൺ ചെയ്യ്. അടുത്ത മൊമെന്റിൽ അവര് കപ്പല് അവിടേക്ക് ടേൺ ചെയ്യാണ്. കട്ട് ചെയ്ത ഇവിടെ സാഞ്ചിയും പൊട്ടിങ്ങും അവർ രണ്ടുപേരും പൊട്ടിങ്ങിന്റെ ആ പായ് അതിൽ കയറി ആ സ്വീറ്റ് ഐലാൻഡിലേക്ക് നേരത്തെ പോകാനായിട്ട് പ്ലാൻ ചെയ്യും. ആ ഐലാൻഡിലേക്ക് നേരത്തെ എത്തി അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി കുറെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുക. ആ സമയം നമ്മുടെ ക്യാരറ്റ് അവൾ നന്നായിട്ട് റെസ്റ്റ് ഒക്കെ എടുത്ത് ഇപ്പൊ മുകളിലേക്ക് കയറി വരും. പിന്നെ സാഞ്ചി ആണെങ്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ചോപ്പറിനാണെങ്കിൽ ഭയങ്കര സംശയം. അവൾ ക്യാരറ്റിനോട് ചോദിക്കും, നിങ്ങളുടെ ഐലാൻഡിലെ ആ രണ്ട് കിങ്സ്, ഡോ കിങ്ങും ക്യാറ്റ് കിങ്ങും, അവർ രണ്ടുപേരും ഫുൾമൂൺ കണ്ട നിന്നെ പോലായി തീരുമോ? അതിനവള് പറയും, എന്നെ പോലെയല്ല, എന്നെ കഴിഞ്ഞും 10 മടങ്ങ് പവറുള്ള ആൾക്കാരായി തീരും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഷോക്ക് ആവുമ്പോഴായിരിക്കും വലിയൊരു ബുള്ളറ്റ് കപ്പലിലേക്ക് വന്ന് വീഴുക. ആരൊക്കെയോ അച്ചറം പൊച്ചറം കപ്പലിൽ ഷൂട്ട് ചെയ്യാണ്. അവർ തിരിഞ്ഞു നോക്കും. അപ്പൊ അവർ കാണും സാക്ഷാൽ സ്മൂത്തി. അവള് ഇവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാവരുടെയും പവർ അതങ്ങനെ അബ്സോർബ് ചെയ്ത് ജയന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പവറിലും ശക്തിയിലുമാണ് അവൾ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ അവളെ പ്രതിരോധിക്കാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യും. സ്മൂത്തിയുടെ അറ്റാക്കിന്റെ ഇമ്പാക്റ്റ് അത് കപ്പലിന് നേരെ വരും. നാമി ആണെങ്കിൽ അത് കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് ജിംബയോട് കപ്പൽ ഓരോ ഭാഗത്തേക്ക് ടേൺ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അതനുസരിച്ച് ജിംബയും കറക്റ്റായിട്ട് ഓരോ ഭാഗത്തേക്ക് ടേൺ ചെയ്ത് എല്ലാ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് മുൻപോട്ടേക്ക് കുതിക്കും. ഇവിടെ സ്മൂത്തിക്കാണെങ്കിൽ അവളുടെ ദേഷ്യം അത് കൂടി വരും. അവൾ അവളുടെ തന്നെ ആൾക്കാരുടെ പവറൊക്കെ അബ്സോർബ് ചെയ്ത് വീണ്ടും ജയന്റ് ആവുകയാണ്. അത് കണ്ട അവളുടെ സിസ്റ്റേഴ്സ് സ്മൂത്തിയോട് പറയും, സ്മൂത്തി നീ ഇനിയും നിന്റെ സൈസ് വലുതാക്കരുത്, വലുതാക്കിയ നമ്മുടെ കപ്പൽ മുങ്ങും. അത് കേട്ട് സ്മൂത്തി അവളുടെ ഫുൾ ഫോഴ്സിൽ സ്ക്വാഡ് എടുത്ത് ആഞ്ഞു വീശും. ഒരു വലിയ ഫോഴ്സ് അത് നമ്മുടെ ആൾക്കാരുടെ കപ്പലിനെ നോക്കി ചീറിപ്പാഞ്ഞു പോവും. പക്ഷെ നമ്മുടെ ആൾക്കാര് ആ ഒരു അറ്റാക്കിൽ നിന്നും കപ്പൽ അങ്ങനെ ഉയർത്തിയെടുത്ത് രക്ഷപ്പെടും. കട്ട് ചെയ്ത മിറർ ഡയമെൻഷൻ കാണിക്കും. ആ വില്ലനും ലൂഫിയും അവർ രണ്ടുപേരും ക്രിയേറ്റ് ചെയ്ത ഹോക്കി പവറിൽ ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും തളർന്നു വീഴുകയാണ്. ഇവിടെ ആ വില്ലൻ ലൂഫിയോട് പറയും, ഐ എം സോറി, എൻ്റെ ലിറ്റിൽ സിസ്റ്റർ അവൾ അറ്റാക്ക് ചെയ്ത കാര്യം ഞാൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തേനെ. ഉടനെ ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നിന്റെ മിസ്റ്റേക്ക് അല്ല, അതെന്റെ മിസ്റ്റേക്കാണ്. ഇതുപോലെ പലതും ഫൈറ്റിനിടയിൽ സംഭവിക്കും. അത് ശ്രദ്ധിക്കാതെ കെയർലെസ് ആയി ഞാൻ ഫൈറ്റ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. അതിനുശേഷം വീണ്ടും രണ്ടുപേരും റെഡിയായിട്ട് ഓടി വന്ന് പരസ്പരം ആഞ്ഞെട്ടിക്കും. രണ്ടുപേരുടെ ഇടിയിൽ രണ്ടുപേർക്കും നല്ല ആഘാതത്തിൽ പരിക്കുകൾ പറ്റും. അവരുടെ ബോഡിയിലുള്ള ഹോക്കി പവർ അതങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് പുറത്തേക്ക് പ്രവഹിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.